മനുവിനെ കാണുന്നില്ലല്ലോ. ഇത്ര നേരെ കാത്തിരിക്കണേ. ഹെബിയായിട്ട് വയ്യ. അച്ചു ആ മനു കൊറേ നേരമായി വന്നിട്ട്. ആ കുറച്ചേരായി. ഞാൻ ഇത്ര ലേറ്റ് ആയി, സോറി കേട്ടാ. കുഴപ്പമൊന്നുമില്ല. കണ്ണടച്ചേ. എന്ത് കണ്ണടക്ക്. നീ കഴിഞ്ഞിട്ട് നീ കണ്ണടച്ചേ. എന്റെ മുത്തിന് മേടിച്ചാണ്. സത്യം പറയട്ടെ മനു, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സർപ്രൈസ് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛനച്ഛൻ്റെ ഭർത്താവ് ഇങ്ങനെ മേടിച്ചു പറഞ്ഞത് ഇല്ല, എനിക്കങ്ങനെ പുള്ളിക്കാരൊന്നും മേടിച്ചു തരാറില്ല. ഇയാളെന്ത് ഭർത്താവാണിത്? എന്റെ ഭാര്യക്ക് ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കട്ടെ. എനിക്ക് ഭർത്താവാണ് കണ്ടിപ്പല്ലോ. പക്ഷെ ഇപ്പൊ എനിക്കതിലൊന്നും വിഷമില്ല മനു. ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചാൽ എന്റെ മനു ഉണ്ടല്ല. എന്റെ മുട്ടിന് എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറയാ. എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ നടത്തി തന്നിരിക്കും ഏട്ടാ. പിന്നെ ഇങ്ങനെ നേരത്തെ ഫോൺ കിട്ടണത്? അതിലേ എനിക്ക് ഭയങ്കര വയറുവേദന, അതാ ഞാൻ ഫോൺ കട്ട് ചെയ്തത്. അയ്യോ വയറുവേദന എപ്പോഴും പറയാണ്ടിരിക്കും. വയറുവേദനയാണ്. ഇനി ഞാൻ ഫ്രീ ആണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലാ? ഏയ് പോണ്ട മനു. എന്റെ ദൈവമേ, ഈ വയറുവേദന വെച്ചോണ്ടിരിക്കാൻ പറ്റൂല മോളെ. നമുക്ക് പോയി നോക്കാം. അതിലെ ഗ്യാസിന്റെ ഇരിക്കൊണ്ടെന്നേ. ഒരു പ്രാവശ്യം നോക്കേ. ഇപ്പൊ എത്ര പ്രാവശ്യമായി പറയണ? വേറെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലല്ലേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവന് വിഷമിക്കല്ലേ. പിന്നെ എന്ത് ചെയ്യും? ഡോക്ടർ കണ്ടേ? വേറൊന്നുമല്ല മനു, എനിക്ക് പേടിയായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകട്ടത്. പേടിയാ? എന്തിനു പേടിക്കണേ? ചേട്ടന് ഒരുപാട് നിർബന്ധിച്ചാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണ് കാര്യം പറ. അത് എന്റെ വെല്ലുമ്മക്ക് ജോലിയിൽ വയറുവേദന ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പോകൂലായിരുന്നു, വെച്ചോണ്ടിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോ വയറിൽ ക്യാൻസർ ആയിരുന്നു. ക്യാൻസറാ? അതോടെ എനിക്കാവോന്നൊരു ടെൻഷൻ ഉണ്ട്. എന്റെ മോളെ, നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ തന്നെ ഞാനില്ല നിന്റെ കൂടെ. മനു ഉണ്ടാവും എന്റെ ഒപ്പം. പിന്നെ നിനക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഈ മനു ഉണ്ടാവും കൂടെ. ഞങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ തന്നെ ചേട്ടനെ വിളിച്ച് ആരെങ്കിലും വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ നോക്കും കേട്ടാ. അത് ക്യാൻസർ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്ക്. പ്രശ്നം കഴിഞ്ഞോടി കൂടുതൽ ടെൻഷൻ അടിച്ച് എനിക്കാണെങ്കിൽ ഉറക്കമില്ലാന്ന്. നിന്നെ വിളിച്ച് രാത്രി ഫോൺ വെച്ചല്ലേ. പിന്നെ എന്താണ് ഏതാന്ന് അറിയാൻ മനസ്സിൽ സമാധാനമില്ല. എന്റെ ഫോണെല്ലാം ക്ഷീണിച്ച് അവിടെ ഹോസ്പിറ്റലിൽ പോകണോണ്ടാ. ഞാൻ പോവാ മനു. മനു ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചു എന്നൊരു കരയിപ്പിക്കലേട്ടാ. എന്റെ സ്നേഹമൊക്കെ നീ അറിയാൻ കിടക്കണുള്ളൂ. അല്ല നമ്മോട് നിന്നാലെങ്ങനെ എനിക്ക് എന്തൊക്കെ കഴിക്കാൻ വേണോ? വല്ല ബിരിയാണി, അൽഫാമ എന്ത് വേണം? എനിക്ക് അൽഫാം മതി. അൽഫാമ വേണ്ട. അൽഫാം കഴിച്ചാൽ ഒന്നാമത് വയറുവേദനയാണ്. പിന്നെ അതിന്റെ ഇടയിൽ അൽഫാം കഴിച്ചാൽ ശരിയാവില്ല. ഷേക്ക് കുടിക്കാം. അതാവുമ്പോ തണുപ്പാണ്, വയറ് നല്ലതാണ്. വാങ്ങ